പെരുമ്പാവൂരിൽ പീഡനത്തിനിരയായി നിയമവിദ്യാർത്ഥിനി ജിഷ കൊല്ലപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് പാർലമെന്റിൽ റിപ്പോർട്ട് നൽകി. കേരള സർക്കാരിനും പോലീസിനും സംഭവത്തിൽ വീഴ്ചയുണ്ടായതായി റിപ്പോർട്ട്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിനും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിനും കാലതാമസമുണ്ടായതായി റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. അതേസമയം ജിഷ വധാന്വേഷണത്തിന്റെ പാളിച്ച മറച്ചുവെക്കാനാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ തടയുന്നത് എന്ന് കേന്ദ്ര വനിതാ കമ്മീഷനും ദില്ലിയിൽ പറഞ്ഞു. ജിഷ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി വനിതാ കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ട് പെരുമ്പാവൂർ സന്ദർശിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് രാജ്യസഭയിൽ സമർപ്പിച്ചത്. 6 പേജ് വരുന്ന റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും രൂക്ഷമായി വിമർശിക്കുന്നു. ജിഷാവധത്തിന്റെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് വൈകി. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിനും കാലതാമസമുണ്ടായി. അന്വേഷണം വൈകിയതിനാൽ തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കാനും സാധ്യതയുണ്ടെന്ന് മന്ത്രാലയം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ചുമത്താനും ജിഷാവധം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ വൈകി. ഇക്കഴിഞ്ഞ 5-ാം തീയതിയാണ് മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘം പെരുമ്പാവൂർ സന്ദർശിച്ചത്. കേന്ദ്ര വനിതാ കമ്മീഷനും സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. ജിഷാവധത്തിൽ സംസ്ഥാന പോലീസിനുണ്ടായ വീഴ്ച മറച്ചുവെക്കാനാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ കേരള സർക്കാർ എതിർക്കുന്നതെന്ന് ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ലളിത കുമാരമംഗലം പറഞ്ഞു. Because we feel that there are too many lapses in the investigation and that if even till today they have not been able to find anybody guilty or even why and how this happened. ജിഷാവധത്തിന്റെ പശ്ചാത്തലത്തിൽ വനിതാ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. സംസ്ഥാനത്ത് കൂടുതൽ സുരക്ഷ ഒരുക്കണമെന്നും അന്വേഷണത്തിനായി കൂടുതൽ പോലീസുകാരെ നിയോഗിക്കണമെന്നും ലളിത കുമാരമംഗലം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജിഷ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ജിഷയുടെ സഹോദരി ദീപയെ തെളിവെടുപ്പിനായി പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ദീപയെ ചോദ്യം ചെയ്തതായാണ് സൂചന. തെളിവെടുത്ത ശേഷം ദീപയെ ആശുപത്രിയിൽ തിരികെ എത്തിച്ചു. എന്നാൽ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്നും ചോദ്യം ചെയ്തിട്ടില്ലെന്നും ദീപ അതിരൂക്ഷമായി പ്രതികരിച്ചു. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലാണ് ജിഷയുടെ മാതാവ് രാജേശ്വരി അമ്മയും സഹോദരി ദീപയും ഇപ്പോഴുമുള്ളത്. ഇന്ന് രാവിലെ 8:30 അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി ജിജിമോൻ ആശുപത്രിയിലെത്തി ദീപയുമായി സംസാരിച്ച് മൊഴിയെടുത്തു. അരമണിക്കൂറാണ് ജിജിമോൻ ആശുപത്രിയിൽ ചിലവഴിച്ചത്. ഡിവൈഎസ്പി തിരികെ പോയി 9:30 3 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെത്തി ദീപയെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി. ഇവരെ കുറുപ്പുംപടി സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തതായും സൂചന ലഭിച്ചു. ജിഷയുടെ ഒറ്റമുറി വീട് പരിശോധിച്ചതിൽ നിന്ന് ലഭ്യമായ പാസ്ബുക്കുകൾ അടക്കമുള്ള ചില രേഖകൾ ദീപയുടെ സാന്നിധ്യത്തിൽ പോലീസ് പരിശോധിച്ചു. വൈകാതെ പോലീസ് ദീപയെ ആശുപത്രിയിൽ തിരികെ എത്തിച്ചു. അതിരൂക്ഷമായ ഭാഷയിലാണ് ദീപ മാധ്യമങ്ങൾക്ക് നേരെ പ്രതികരിച്ചത്. നിങ്ങളുടെ വീട്ടിലും പെങ്ങന്മാരൊക്കെ ഇല്ലേ? നിങ്ങളുടെ വീട്ടിലൊരു കൂടപ്പറപ്പിനെ എങ്ങനെ സംഭവിക്കണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇതുപോലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? സാമാന്യം അവനെ അടിച്ചു ഓടിക്കും ഇല്ലേ? നിങ്ങൾ ചെയ്യുമോ? അപ്പം ഞങ്ങൾ പാവപ്പെട്ടതാണ്, ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഒന്നുണ്ടല്ലോ. നിങ്ങൾ ഈ മാതിരി കോപ്രായം കാണിച്ചു കൂട്ടണേ. ജിഷയുടെ കൊലപാതകത്തിലേക്ക് തന്നെ വലിച്ചിഴക്കരുതെന്ന് ദീപ ആവശ്യപ്പെടുമ്പോഴും പോലീസ് സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ ദീപയുമുണ്ട്. ദീപയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതായി സംസ്ഥാന വനിതാ കമ്മീഷൻ തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. വനിതാ കമ്മീഷന് മുമ്പാകെ ദീപ പറയാത്തതാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ മലയാളികളായ നിർമ്മാണ തൊഴിലാളികൾ ജിഷയെയും അമ്മയെയും ഭീഷണിപ്പെടുത്തി എന്ന കാര്യം. ദീപ കൃത്യത്തിൽ പങ്കെടുത്തു എന്ന് പോലീസിന് അഭിപ്രായമില്ല. മറിച്ച് ദീപയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമാണോ ജിഷയെ അപായപ്പെടുത്തിയത് എന്ന തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ദീപയുടെ കോൾ ലിസ്റ്റ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഇതിനായി വിരമിച്ച സൈബർ സെൽ വിദഗ്ധരുടെ അടക്കം സഹായം പോലീസ് തേടി. ജിഷയുടെ വീട്ടിൽ നിന്നും പരിസരത്തു നിന്നും ആവർത്തിച്ച് തെളിവ് ശേഖരിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുകയാണ്. അലക്സ് റാം മുഹമ്മദ്, പെരുമ്പാവൂർ. നിലവിലുള്ള അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്ന് കോടിയേരി. എന്നാൽ കേസ് മറ്റൊരു ഏജൻസി അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും ആഭ്യന്തരമന്ത്രി. അതേസമയം ജിഷയ്ക്ക് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് രോഹിത് വെമുലയുടെ അമ്മ രാധിക വെമുലയും പ്രതികരിച്ചു. കേസിൻ്റെ അന്വേഷണം അട്ടിമറിക്കുന്ന നിലയിലേക്കാണ് സംഭവങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത്. 1500 പോലീസുകാരെ ഇതിനു വേണ്ടി നിയോഗിച്ചു എന്നാണ് പത്രങ്ങളിൽ കാണുന്നത്. ഇവരെന്ത് ചെയ്യാണ്? എവിടെയാണ് ഇവരെന്താണ് പ്രവർത്തിക്കുന്നത്? അതുകൊണ്ടാണ് ഇപ്പോൾ ഇരുട്ടിൽ തപ്പുന്ന നില പോലീസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണ സംഘത്തെ പിരിച്ചുവിടണം. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിക്കണം. ഇപ്പം മറ്റൊരു ഏജൻസി അന്വേഷിക്കേണ്ട സാഹചര്യമില്ല. കേരള പോലീസിന് തന്നെ ഇത് തെളിയിക്കാൻ സാധിക്കും. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് വേണ്ടി വന്നാൽ അന്നേരം ആലോചിക്കാം. അല്ലാണ്ട് ഇപ്പോഴേതായാലും പോലീസിൻ്റെ അന്വേഷണം ഫലപ്രദമായിട്ട് തന്നെയാണ് നീങ്ങുന്നത്. మీద జరిగిన ఈ అరాచకం అందరూ చాలా అన్యాయం. దీన్ని తీవ్రంగా ఖండిస్తున్నాము. దళితులపై జరిగే అత్యాచారాలకి మేము పోరాటం ఇంకా ఎక్కువ చేస్తూ ఉంటాము. అంతేగాని ఇంతటితో ఆగిపోము.
പോലീസ് അന്വേഷണം വഴിമുട്ടിയ പശ്ചാത്തലത്തിൽ പെരുമ്പാവൂരിൽ ജനകീയ പ്രക്ഷോഭം ശക്തമാവുകയാണ്. ഇടതുമുന്നണിയുടെ രാപ്പകൽ സമരവേദിയിലേക്ക് ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ പിന്തുണയുമായി എത്തി. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ, രോഹിത് വെമുലയുടെ അമ്മയും സഹോദരനും, CPM പൊളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി, കോടിയേരി ബാലകൃഷ്ണൻ, വൈക്കം വിശ്വൻ, ജനതാദൾ സെക്രട്ടറി ജനറൽ ഡാനിഷ് അലി തുടങ്ങിയവർ സമരപന്തൽ സന്ദർശിച്ചു. പോലീസ് അന്വേഷണം വഴിമുട്ടിയ പശ്ചാത്തലത്തിൽ പോലീസിനും സർക്കാരിനുമെതിരെ പെരുമ്പാവൂരിൽ അതിശക്തമായ ബഹുജന പ്രക്ഷോഭം അലയടിക്കുകയാണ്. ഇടതുമുന്നണി സംഘടിപ്പിച്ചിരിക്കുന്ന രാപ്പകൽ സമരവേദി സമരകേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ദേശീയ നേതാക്കളടക്കം ഒട്ടേറെ പ്രമുഖർ സമരപന്തൽ സന്ദർശിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മാഹുതി ചെയ്ത രോഹിത് വെമുലയുടെ മാതാവ് രാധിക വെമുലയ്ക്കും സഹോദരൻ രാജാ വെമുലയ്ക്കും ആവേശകരമായ വരവേൽപ്പാണ് സമരപന്തലിൽ ലഭിച്ചത്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി രാജാ വെമുല പ്രഖ്യാപിച്ചു. And we say that Jisha's mother and sister is not alone and we stand with her until she'll get the justice. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി, LDF കൺവീനർ വൈക്കം വിശ്വൻ, ജനതാദൾ സെക്രട്ടറി ജനറൽ ഡാനിഷ് അലി തുടങ്ങി ഒട്ടേറെ പ്രമുഖർ രാപ്പകൽ സമരവേദിയിലെത്തി. കഴിഞ്ഞ 6 ദിവസങ്ങളായി സമരവേദി രാപ്പകലില്ലാതെ സജീവമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നീറ്റ് പരീക്ഷ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായി. സംസ്ഥാനങ്ങളുടെ പരീക്ഷകൾക്ക് നീറ്റിൽ ഇളവ് നൽകുന്നതിനെ അനുകൂലിച്ച് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. സർക്കാർ ക്വാട്ടയിൽ പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ പട്ടികയിൽ നിന്ന് കുട്ടികളെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കണമെന്ന് കേരളം. മെയ് 1 ആദ്യഘട്ടം പരീക്ഷ എഴുതിയവർക്കും ജൂലൈയിലെ 2ാം ഘട്ട പരീക്ഷ എഴുതാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഉത്തരാഖണ്ഡ് നിയമസഭയിൽ നാളെ നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിൽ സ്പീക്കർ അയോഗ്യരാക്കിയ 9 കോൺഗ്രസ് വിമത MLA-മാർക്ക് പങ്കെടുക്കാനാകില്ല. അയോഗ്യരാക്കിയ നടപടി റദ്ദ് ചെയ്യണമെന്ന വിമത MLA-മാരുടെ ആവശ്യം നൈനിറ്റാൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളി. നാളെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും വിശ്വാസ വോട്ടെടുപ്പ് നടക്കുക. കോൺഗ്രസിൽ നിന്നും കൂറുമാറി BJP-യിൽ ചേക്കേറിയ 9 MLA-മാരെ സ്പീക്കർ അയോഗ്യരാക്കിയ നടപടിയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശരിവെച്ചത്. അയോഗ്യരാക്കിയ നടപടി റദ്ദാക്കണമെന്ന വിമത MLA-മാരുടെ ഹർജിയിൽ വിശദമായ വാദം കേട്ട നൈനിറ്റാൽ ഹൈക്കോടതി ആവശ്യം തള്ളുകയായിരുന്നു. ഇതിനെതിരെ വിമത MLA-മാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. എന്നാൽ സുപ്രീം കോടതിയും സ്പീക്കറുടെ നടപടി റദ്ദാക്കാൻ വിസമ്മതിച്ചു. ചൊവ്വാഴ്ച നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിൽ സ്പീക്കർ അയോഗ്യരാക്കിയ MLA-മാർക്ക് പങ്കെടുക്കാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇതോടെ 71 അംഗ നിയമസഭയിൽ 62 അംഗങ്ങൾക്ക് മാത്രമായിരിക്കും വോട്ടവകാശം ഉണ്ടാവുക. നിലവിൽ ഭരണകക്ഷിയായ കോൺഗ്രസിന് 27 അംഗങ്ങളുടെയും പ്രതിപക്ഷമായ BJP-ക്ക് 28 അംഗങ്ങളുടെയും പിന്തുണയുണ്ട്. ഹരീഷ് റാവത്തിന് ഭൂരിപക്ഷം തെളിയിക്കാൻ 32 MLA-മാരുടെ പിന്തുണ വേണം. BSP-യുടെ 2 MLA-മാരുടെയും 3 സ്വതന്ത്ര MLA-മാരുടെയും ഉത്തരാഖണ്ഡ് ക്രാന്തിദളിന്റെ 1 MLA-യുടെയും വോട്ടുകൾ വിശ്വാസ വോട്ടെടുപ്പിൽ നിർണായകമാകും. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും വിശ്വാസ വോട്ടെടുപ്പ് നടക്കുക. സഭയിലെത്തുന്ന MLA-മാരുടെ സുരക്ഷ ചീഫ് സെക്രട്ടറിയും DGP-യും ഉറപ്പുവരുത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് നടക്കുന്ന 2 മണിക്കൂർ സമയത്തേക്ക് രാഷ്ട്രപതി ഭരണം മരവിപ്പിക്കും. സഭാ നടപടികൾ ചിത്രീകരിക്കുകയും തൊട്ടടുത്ത ദിവസം ദൃശ്യങ്ങൾ സമർപ്പിക്കുകയും വേണമെന്നും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഭഗവത്ഗീത ജനാധിപത്യ മാനവികതയുടെ കാഴ്ചപ്പാടിൽ വ്യാഖ്യാനിക്കപ്പെടണമെന്ന് സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി. വെറുപ്പിന്റെ സാമൂഹിക അന്തരീക്ഷം നിലനിൽക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു ഭാഷ്യമാണ് ഗീത ആവശ്യപ്പെടുന്നത്. ഗീതയുടെ വ്യത്യസ്ത ഭാഷ്യത്തിന്റെ ചിത്രീകരണ വേളയിലാണ് സ്വാമി അഭിപ്രായം പറഞ്ഞത്. ശങ്കരാചാര്യരുടെ ഗീതാവ്യാഖ്യാനമാണ് ഗീതാജ്ഞാനയജ്ഞം നടത്തുന്ന എല്ലാവരും പിന്തുടരുന്നതെന്ന് സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി ചൂണ്ടിക്കാട്ടി. എന്നാൽ ശങ്കരാചാര്യർക്ക് പ്രചോദനമായ ബുദ്ധനെയും ഗീതയ്ക്ക് വ്യാഖ്യാനങ്ങൾ രചിച്ച തിലകൻ, മഹാത്മാഗാന്ധി എന്നിവരെയും കൂടി മനസ്സിലാക്കി വേണം ഗീതയെ വ്യാഖ്യാനിക്കാൻ. നമുക്കറിയാം, ബുദ്ധൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ആത്മീയതയുടെ ഏറ്റവും അത്യുജ്വലമായ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് തന്നെയാണ് ശങ്കരാചാര്യർ പ്രച്ഛന്ന ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ബുദ്ധൻ ഇല്ലായിരുന്നു എങ്കിൽ ശങ്കരാചാര്യർ ഉണ്ടാകുമായിരുന്നില്ല. ഗീതയ്ക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച അംബേദ്കറെ പോലും ഗീത വ്യാഖ്യാനിക്കുമ്പോൾ അവഗണിക്കാനാവില്ല. വിദ്വാൻ ഇസ്ഹാഖ് ഗുരുക്കളുടെ ഗീതാ പരിഭാഷയിൽ നിന്നുള്ള ശ്ലോകങ്ങൾ കൂടി ഉപയോഗിച്ചാണ് സ്വാമിയുടെ ഗീതാ വ്യാഖ്യാനം. ഗൂഢാതിഗൂഢമീ ജ്ഞാനം ഞാൻ നിനക്കറിയിച്ചിതു, ഇതെല്ലാം വേണ്ട പോലോർത്തിഷ്ടമായതു ചെയ്യുക നീ. ഭഗവത്ഗീതായനം എന്ന ഈ പരിപാടി നാളെ മുതൽ പീപ്പിൾ TV സംപ്രേഷണം ചെയ്യും. ചൊവ്വ മുതൽ വെള്ളി വരെ രാവിലെ 6:30-ക്കാണ് സംപ്രേഷണം. ന്യൂസ് ഡെസ്ക്. നെൽകൃഷി പ്രതിസന്ധി നേരിടുമ്പോഴും കേരളത്തിന്റെ സ്വന്തം വിത്തിനമായ പൊക്കാളി അതിജീവനത്തിന്റെ വഴിയിലാണ്. എറണാകുളം ജില്ലയിലെ കായലോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പൊക്കാളി കൃഷി സജീവമാകുന്നത്. കർഷകർക്ക് മികച്ച വിളവ് നൽകുന്നുവെന്ന് മാത്രമല്ല, പോഷക സമൃദ്ധവുമാണ് പൊക്കാളി അരി.
ഏറ്റവും പ്രതിരോധശേഷിയുള്ള നെൽവിത്തിനമാണ് പൊക്കാളി. വെള്ളത്തിലും വളരാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പൊക്കത്തിൽ ആളുന്നതാണ് പൊക്കാളി എന്നത്. ഒരു സമയത്ത് തീർത്തും ഇല്ലാതായിക്കൊണ്ടിരുന്ന പൊക്കാളി കൃഷി ഇന്നേതായാലും തിരിച്ചുവരവിൻ്റെ പച്ചപ്പ് കണ്ടു തുടങ്ങിയിരിക്കുന്നു. 6 മാസം ചെമ്മീൻ കൃഷി ചെയ്ത ശേഷം നിലം ഒരുക്കിയെടുത്താണ് പൊക്കാളി കൃഷി ചെയ്യുന്നത്. പശ്ചിമ കൊച്ചി, വരാപ്പുഴ, പറവൂർ എന്നിവിടങ്ങളിലെ കായലോര മേഖലകളിലാണ് ജില്ലയിൽ കൂടുതലായും പൊക്കാളി കൃഷി ചെയ്യുന്നത്. മികച്ച രീതിയിലുള്ള വിളവാണ് കർഷകർക്ക് ലഭിക്കുന്നതും. 40 ചാക്ക് കൂടുതലുണ്ട്. 40 ചാക്ക്, അത് 20 ക്വിൻ്റൽ ചെല്ലാനും ഉണ്ടാവും. നാളെ വണ്ടിയും കൊണ്ട് തൂക്കി ഞാൻ തരാം. കൃഷി ചെയ്യാതെ കിടക്കുന്ന നിലങ്ങൾ വിദ്യാർത്ഥി സംഘങ്ങളും കൂട്ടായ്മകളും ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. സ്വന്തമായി സ്ഥിരമൊരു വിപണി കൂടി കണ്ടെത്താൻ കഴിഞ്ഞാൽ നാളെയുടെ താരം പൊക്കാളി തന്നെയാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.